ഹലോ ഗൈസ്, ഈ ടൈംസ് ഫോർ വേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൊച്ചിയിലെത്തി, അതായത് എറണാകുളത്തെത്തി. രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ താമസിക്കുന്ന റൂമാണ്. നമ്മൾ രാത്രിയിലാണ് റൂം കാണിച്ചത്. രാവിലെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ നമ്മൾ കണ്ടില്ലല്ലോ. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ അവിടെ ഉണ്ട്, കണ്ട. അതാണ് 5 സ്റ്റാർ ഹോട്ടൽ. നമുക്ക് കാണുന്ന 5 സ്റ്റാർ ഹോട്ടൽ വരുന്നത്. അതിൻ്റെ അങ്ങേ സൈഡ് കായലാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ കായലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി. അവിടെ ഇന്നലെ രാത്രി വന്നപ്പോൾ 2-3 ചെറിയ വിനോദ നൗകയൊക്കെ കിടപ്പുണ്ടായിരുന്നു. മറ്റേ പണ്ടൊക്കെ ഉണ്ടല്ലേ, മറ്റേ പൈസ കൊടുത്തിട്ട് കറങ്ങാൻ പോകുന്ന ചെറിയ ചെറിയ കപ്പലുണ്ടല്ലോ, ഡിസൈനൊക്കെ ഉള്ളത്, അത് കിടപ്പുണ്ടായി. ഇതാണ് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഇത് അപ്പുറത്തെ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഈ റോഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കായലിലെത്താം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചി, അതായത് എറണാകുളം കുറേ സ്ഥലങ്ങൾ, ഫുഡ് സ്പോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അതേപോലെ തന്നെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണുക. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. രാവിലെ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ ആ ഫുഡ് സ്പോട്ടിലേക്ക് പോവാണ്. സമയം ഇറങ്ങി 6:52 ആയി. 7 മണി. നമ്മൾ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ല കഴിക്കാനുണ്ടോയെന്നറിയില്ല. അവിടെ ചെല്ലുമ്പോൾ 7:30 ആവും. നമുക്ക് എന്തായാലും 7:45 8 മണിക്കുള്ളിൽ നമ്മളവിടെ ചെല്ലുന്ന രീതിയിൽ ചെല്ലുക. അപ്പോൾ ഇവിടെ നമ്മളൊരു കായലുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ ആ കായൽ നമ്മൾ കയറി നമ്മൾ നോക്കുന്നു. കായലൊന്ന് നോക്കാനുണ്ട്. ആ മെയിൻ റോഡാണ് എടപ്പള്ളി. ഇത് വഴി അങ്ങോട്ട് പോയാൽ ബൊഗാൾട്ടി പാലസിൽ എന്നാണ് ആ ഹോട്ടലിലേക്കുള്ള റോഡാണ്. ഐലൻഡ് ബോട്ട് ജെട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇല്ല, ഇതാണ് നമ്മൾ പറഞ്ഞ ആ കപ്പൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കപ്പലാണിത്. അതേപോലെ തന്നെ ഇവിടെ ജങ്കാർ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് അല്ലേ. രാവിലെ ആ കപ്പലിവിടെ സെറ്റായിട്ട് ഓടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് ജങ്കാർ വണ്ടി ഇങ്ങനെ കയറി പോകുന്ന പോലെ ഉള്ള ജങ്കാറാണ്. നമ്മളെ കടയുടെ ഇതാണ് നമ്മൾ കുന്നന്തായി. അപ്പുറത്താണ് കുന്നന്തായുടെ മെട്രോയുടെ സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ പേരൊന്നും വെച്ചിട്ടില്ല ഈ കടയ്ക്ക്. ശരിക്കും നാസറിക്കാൻ്റെ കട എന്നാണ് യൂട്യൂബിലല്ല നമ്മുടെ മാപ്പിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കട കിട്ടും. ഇവിടെ പേര് ഇതൊന്നുമില്ല. ഇവിടെ മറ്റേ ബീരാൻകുട്ടി റോഡൊന്നുണ്ട്. ഇവിടെ നമുക്ക് വണ്ടി ആ സൈഡിൽ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാം. ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ എത്ര 7-7:30 ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ബീഫും പൊറോട്ടയൊക്കെ ആവുള്ളൂ പറഞ്ഞു. അപ്പോൾ അതുവരെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബീഫും പൊറോട്ട ആവുള്ളൂ. നമുക്കപ്പം കൊച്ചിയിൽ വന്നിട്ട് മെട്രോയിൽ കയറിയില്ല എന്നാരും പരാതി പറയണ്ട. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ 2-3 സ്റ്റോപ്പിലേക്ക് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ പോകുന്നു. ഓക്കെ, നമ്മൾ മെട്രോയിൽ കയറാനായിട്ട് നമ്മൾ പത്തടിപ്പാലത്തു നിന്ന് അമ്പാട്ടുകടവ് നമ്മൾ മെട്രോയിൽ കയറി. നമ്മൾ തിരിച്ചും വരുന്നുണ്ട്. അപ്പോൾ 40 രൂപയാണ് ടിക്കറ്റിന്. ഇപ്പോൾ കയറുന്ന വഴിക്ക് ടിക്കറ്റ് എടുക്കുക. പ്ലാറ്റ്ഫോം 1 ആണ് പറഞ്ഞിരുന്നത്. നമ്മൾ നടന്ന് കയറി പോകുന്നു. 7 മിനിറ്റ് കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെട്രോ വരാനായിട്ട്. ഇവിടുന്ന് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ സൈഡിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോം 1 നമ്മൾ കയറിയപ്പോൾ 40 രൂപയാണ് ടിക്കറ്റ്. ഇതാണ് നീണ്ട് നിവർന്ന് കിടക്കുന്ന മെട്രോ. കണ്ടല്ലോ, ഇവിടുന്ന് ആരുമില്ല, ഫുള്ള് കാലിയായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മെട്രോ വന്നിട്ടുണ്ട്. ഇതാണ് 3-4 സ്റ്റോപ്പെല്ലാം വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. മെട്രോ അതൊക്കെ നമ്മൾ കയറുകയാണ്. മെട്രോ നമ്മൾ എത്തിച്ച് മെട്രോയിൽ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന സ്റ്റേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 2-3 സ്റ്റേഷൻ അപ്പുറത്താണ് നമ്മൾ പോകുന്നത്. മെട്രോയുടെ സ്പീഡ് കൂടി വരുന്നുണ്ട്. 50, 52, 60 കിലോമീറ്റർ സ്പീഡിലാണ് മെട്രോ നമ്മൾ പോകുന്നത്. നമുക്കിനി 2 സ്റ്റോപ്പ് കൂടെ നമുക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മളിനി തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ വന്ന മെട്രോയാണിത്. ഇതിൽ അങ്ങ് വരേണ്ട ഒരു 7 ബോഗിയുണ്ട്. അപ്പോൾ ഫുള്ള് കറണ്ടിലാണ് സംഭവം, ഫുള്ള് വർക്കാകുന്നത്. അപ്പോൾ നമ്മളിനി താഴോട്ട് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ അപ്പുറത്ത് തിരിച്ച് പോകാനുള്ള സ്റ്റോപ്പിലേക്ക് നമ്മൾ പോകുക.
ടിക്കറ്റ് എടുത്ത് നമ്മൾ സ്കാൻ ചെയ്ത് ഇതുവഴി ഇറങ്ങിയിട്ട് കറങ്ങി തിരിഞ്ഞ് കയറുന്ന അപ്പുറത്തൂടെ 2 തവണയും സ്കാൻ ചെയ്യണം. നമ്മൾ ഇറങ്ങുമ്പോഴും സ്കാൻ ചെയ്യണം, കയറുമ്പോഴും സ്കാൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ട്രെയിനിൽ കയറാനായിട്ട് നമ്മൾ പോവുകയാണ്. ഒരേ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അടുത്ത ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മെട്രോ ഇങ്ങനെയൊക്കെയാണ് മെട്രോയുടെ സെറ്റപ്പ്. സംഭവം സിമ്പിളാണ്. നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്നൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ബസ്സിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് എത്താം. മെട്രോ ഒന്നുകൂടെ നീട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് എറണാകുളം ഫുള്ളായിട്ട് ഇവർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെട്രോ അടിപൊളിയായിരിക്കും. കാരണം അത്രയും ട്രാഫിക് ബ്ലോക്കും കുറഞ്ഞിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള സ്റ്റേഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഓക്കെ, തൃപ്പൂണിത്തുറ ടെർമിനൽ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരുന്നത്. ആ ബോർഡിൽ നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റും. കണ്ടോ, 3 ടൈമുണ്ട്. അതായത് ആലുവ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ, അതായത് ആലുവ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ 3 മിനിറ്റിനുള്ളിൽ വരും എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ 5 എന്നാണ് കിടക്കുന്നത്. നമുക്ക് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാനുള്ള മെട്രോ 5 മിനിറ്റിനുള്ളിൽ വരും എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് അത് യാത്ര തീർന്ന് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെട്രോ സ്റ്റേഷനുള്ളിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം കയറുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യണം. അതേപോലെ നമ്മൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. നമ്മൾ 2 വേ ടിക്കറ്റ് എടുത്തേക്കുന്നതാണെങ്കിലും സെയിം ഇത് തന്നെ. നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ ടിക്കറ്റ് ഉണ്ട്. ഇറങ്ങി നമ്മൾ എക്സിറ്റ് ആവുന്നിടം വരെ നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് ഉണ്ടാകും. എക്സിറ്റ് ആവുന്ന സ്ഥലങ്ങളിൽ സൈഡിൽ നമുക്ക് റീസൈക്കിളിനായിട്ടുള്ളൊരു ഓപ്ഷന് പോലെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് നമുക്ക് ഇടാനായിട്ട് പറ്റും. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. 4 മിനിറ്റാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മെട്രോ കടന്നു വരുന്നുണ്ട്. തിരിച്ച് നമ്മൾ വന്ന് പട്ടടിപ്പാലം നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തി റോഡ് നമ്മൾ നേരെ എക്സിറ്റ് ചെയ്യുകയാണ്. നേരെ നമ്മളെ വണ്ടി താഴെയൊക്കെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ട് പോകുന്നു. മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. അതായത് എന്തുമാത്രം നമ്മുടെ കൊച്ചി ഡെവലപ്പായി അല്ലെങ്കിൽ കേരളം ഡെവലപ്പായി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നമുക്ക് മെട്രോ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓരോ സ്റ്റോപ്പും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മെട്രോ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇറങ്ങാൻ നേരം നമ്മുടെ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. വണ്ടി താഴെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പാർക്കിംഗ് എല്ലാം ഇവരടച്ചിട്ടേക്കണം ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാനേ വകുപ്പുള്ളൂ. നമ്മൾ നേരെ താഴെക്കാനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സമയം ഏകദേശം ഒരു 8:23 നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. പൊറോട്ട നൈസും നമ്മൾ വന്നിട്ടുണ്ട്. 2 പൊറോട്ട സോറി ചിക്കൻ റൈസ്. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യണം. നമുക്ക് സീറ്റ് വെച്ചിട്ടില്ല. ബീഫും അതേപോലെ തന്നെ കഴിച്ചെല്ലാം കൂടെ 130, അതായത് 3 പൊറോട്ട, ഒരു ബീഫ് കറി, പിന്നെ ഒരു ചായ, എല്ലാം കൂടെ നമുക്ക് 130 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കണം. നല്ല ടേസ്റ്റില്ല കേട്ടോ. ചെറിയ കടയാണ്. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നമുള്ളൂ. സ്ഥലവും കുറച്ച് കുറവാണ്, അതേ ഉള്ളൂ. അപ്പം ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്കാണ്. എന്താ സ്ക്വയറിൻ്റെ ചരിത്രം നമ്മൾ ഇതിനകത്ത് നോക്കിയപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വന്ന വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്നുകൊണ്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ ഹാർബർ പാലം കയറുകയാണ്. ഇരുമ്പ് കൊണ്ട് പണിത ഒരു ഹാർബർ പാലം. ആ പാലം കയറിയിട്ടാണ് നമ്മൾ നേരെ ഫോട്ടോ വെച്ച് കിടുന്നത്. ആ പാലം കാണാൻ തന്നെ നല്ല അടിപൊളിയാട്ടോ. ആ കടലിൻ്റെ നടുക്കായിട്ട് അവിടെ ഫുള്ള് ബോട്ടുകളൊക്കെ, മീൻ പിടിക്കാൻ ബോട്ടുകളൊക്കെ നിരത്തിയിട്ടിട്ട് അവിടെ ആയിട്ട് നമുക്ക് ആ പാലം വെച്ചിട്ട് കാണാൻ നല്ല ലുക്കാണ്. ഞങ്ങൾ നടുക്കൂടെ പോകുമ്പോൾ അവിടെ ചേട്ടൻ ഒന്ന് അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ചേട്ടൻ നമുക്ക് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. എല്ലാവരും വലയൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോ വെച്ച് പോകുന്ന റോഡാണിത്. പാലം തന്നെ കണ്ടില്ലേ, നല്ല സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെ, ഇത് ഓപ്പൺ ആക്കുന്ന ബ്രിഡ്ജ് പോലുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ വലിയ വാഹനങ്ങൾക്കൊന്നും ഒന്നാമത്തെ കാര്യം വരാൻ പറ്റില്ല. ചെറിയ കാറുകൾ, ചെറിയ വണ്ടി ഇവിടെ കയറുന്ന വഴിക്ക് ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ ഹൈറ്റിൻ്റെ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലാത്തവർ അപ്പുറത്തെ റോഡിൽ കൂടെ വേണം കയറി പോകാൻ, അങ്ങനെ നടക്കുകയുള്ളൂ.
നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ ആ റോഡിലോട്ട് വേണം കയറാൻ. അവിടെ മെയിൻ ഹൈവേയിൽ നമ്മൾ കയറി TJ ജേക്കബ് റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ആ റോഡിൽ കയറി നമ്മൾ നേരെ ചെന്നിട്ട് അവിടുന്ന് പിന്നൊരു ലെഫ്റ്റ് നമ്മൾ എടുക്കാനുണ്ട്. അവിടെ ചെന്നിട്ട് അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സും ഇഷ്ടം പോലെ ഉണ്ട്. ഫോർട്ട് കൊച്ചി, ഇടക്കൊച്ചി എന്നൊക്കെ ഉണ്ട്. നമ്മൾ ലെഫ്റ്റാണ് കണ്ടോ. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കണ്ണമ്മാലി, കുന്നുമ്മേൽ, ചെല്ലാനം എല്ലാം ഇതേ റോഡ് തന്നെയാണ്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഫുള്ള് സൈനും എല്ലാം ഉണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇടുമ്പോൾ ഒന്നാമത്തെ കാര്യം കാറിലെ ബൈക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഇടാൻ. വേറെ അങ്ങനെയൊക്കെയാണ് കാറും ബൈക്കും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിലപ്പോൾ കാറിൻ്റെ ആയിരിക്കും. ഇതിപ്പോൾ കാറിൻ്റെ ആണ് വന്ന് കിടക്കുന്നത്, കാറിൻ്റെ ആണ് ആ ടൈമിങ് കാണിക്കുന്നത്. ബൈക്കിൻ്റെ ഞാൻ നോക്കിയിട്ട് ബൈക്കിൻ്റെ ഈ ഗൂഗിൾ മാപ്പിൽ സെലക്ട് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാർ തന്നെ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ കുഴപ്പമില്ല. നമുക്ക് ആ ബൈക്കിൻ്റെ ഒരു ടൈം വെച്ചിട്ട് 5-10 മിനിറ്റ് വ്യത്യാസം മാത്രമേ നമുക്ക് ഇതിൻ്റെ ബൈക്കിൻ്റെ ഒരു ടൈം വെച്ചിട്ട് നമുക്ക് വരുന്നുള്ളൂ. ഇവിടെ കുറേ ഇലക്ട്രിക് വണ്ടികളുണ്ട് കേട്ടോ. കാറും പിന്നെ ബൈക്ക് പിന്നെ ഓട്ടോ. ബൈക്ക് ചിലതൊക്കെ ആണെങ്കിൽ സൈലൻ്റായിട്ട് പുറകിൽ കൂടെ വന്ന് നമ്മൾ നോക്കും. സാധാരണ വണ്ടി വരുമ്പോൾ ഒരു സൗണ്ടെങ്കിലും കേൾക്കില്ല. ഇതാണെങ്കിൽ ഒരു സൗണ്ടും ഇല്ല. ഇലക്ട്രിക് വണ്ടിയല്ലേ, നേരെ വന്ന് അടുത്ത് വന്ന് വണ്ടി ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ വണ്ടി നമ്മുടെ പുറകിലുണ്ടായിരുന്നു. അത് അങ്ങനത്തെ കുറേ ഇലക്ട്രിക് വണ്ടിയുണ്ട്, ഏതർ, ഓല, അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. അത് പ്രശ്നമാണ്. അതുകൊണ്ട് എപ്പോഴും 2 സൈഡും ഗ്ലാസ് നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. സിഗ്നൽ കറക്റ്റായിട്ട് ഇടുക. പലരും സിഗ്നലൊന്നും ഇടാതെ തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ സിഗ്നൽ ഇടാണ്ട് തിരിച്ചു, നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് നമ്മുടെ ഭാഗത്താവും. അപ്പം സിഗ്നൽ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് തിരിക്കാനാണെങ്കിലും ലൈൻ ചേഞ്ച് ചെയ്യാനാണെങ്കിലും നമ്മൾ സിഗ്നലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ ശ്രമിക്കുക. പറ്റുന്നിടത്തോളം നമുക്ക് സിഗ്നലിട്ട് തിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയെല്ലാം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല, നിങ്ങൾ സിഗ്നൽ ഇട്ടില്ല, നിങ്ങൾ സിഗ്നൽ നോക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കി സിഗ്നൽ വിട്ടിട്ട് ഒക്കെയാണ് നമ്മൾ പോകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറയിലൊരു ഓല വരുന്നുണ്ട്, സൈലൻ്റായിട്ടാണ് വരുന്നത്. ഗ്ലാസ്സിൽ നോക്കിയിട്ട് കണ്ടു. ഇല്ല സൗണ്ടാണെങ്കിലും ഇല്ല, ഓണം അടിക്കില്ല, സൈലൻ്റായിട്ട് കയറി. അവിടെ ഓപ്പോസിറ്റ് ഒരു ഓല വരുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഓലയൊക്കെയാണ് പക്ക അഫോർഡബിൾ. കാരണം അധികം ചിലവില്ല. അങ്ങനെ വണ്ടികളുടെ അധികം ചിലവില്ല. നമ്മുടെ പെട്രോൾ എപ്പോഴും ഇങ്ങനെ അടിക്കേണ്ട കാര്യമില്ല. കറണ്ട് ചെറിയ കറണ്ടേ ആവുള്ളൂ. 100-300 രൂപയുടെ കറണ്ട് കണ്ടേ ആവുള്ളൂ. 100-200 കിലോമീറ്ററോളം എങ്ങനെ പോയാലും അത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഈ ഇലക്ട്രിക് വണ്ടി എടുത്താലുള്ള കാര്യം. പക്ഷേ എവിടെയെങ്കിലും ചാർജ് തീർന്ന് കടന്നതാണ്. സാധാരണ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു കുപ്പിയിൽ പെട്രോൾ വാങ്ങിച്ച് നേരെ കൊണ്ട് ഒഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് റിസർവ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്രോൾ തീരാറാകും ഇൻഡേഷൻ വരുന്ന സമയത്തോ ഏതെങ്കിലും ഒരു പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് നമുക്ക് വിട്ടുപോകാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ളാക്കിയിട്ട് നമുക്ക് പിന്നെ ഒരു 500, 600, 700, 800 കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെ പെട്രോൾ അടിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്കിനി ഒരു റൈറ്റ് എടുക്കാനാണ് കാണിക്കുന്നത്. നമ്മൾ കടലിൻ്റെ തീരത്ത് ആ സൈഡിലൂടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ റൈറ്റ് എടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയുടെ കാഴ്ചകൾ കാണുകയാണ്. ഇവിടെക്കാരുടെ പരിപാടിയാണ്. ഇതാ മീനൊക്കെ ആയിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. ഇതാ ഇവിടെ മീൻ ഫ്രഷായിട്ട് കടലിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കുന്നതാണ്. അവിടെ ആണെങ്കിൽ ഒരു 8-10 പേരെല്ലാം മീനിട്ട് വിൽക്കുന്ന, നിരത്തി മീനിട്ട് വിൽക്കുന്നുണ്ട് ചന്ത പോലെ. ഇവിടെ എല്ലാം മീനിട്ട് വിൽക്കുന്നതൊക്കെ ഉണ്ട്. അത് പോയി കഴിയുമ്പോൾ ഇവിടെ മീനിട്ട് വിൽക്കുന്നുണ്ട്. എല്ലാം ചെറിയ കൊഞ്ച്, മത്തി, അയല, കിളി അങ്ങനത്തെ കുറേ മീനുകളെല്ലാം ഇവിടെ ഇങ്ങനെ ഇട്ട് വിൽക്കുന്നുണ്ട്. അപ്പുറത്തൂടെ റോഡുണ്ട്, ഈ റോഡുണ്ട്. അപ്പോൾ അപ്പുറത്തൂടെ റോഡ് പോകട്ടെ. ഗൂഗിൾ മാപ്പ് ഇട്ട് നമുക്ക് ഈ റോഡ് പോകാനാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്. ഫോർട്ട് കൊച്ചിനെ അടിച്ചിട്ടുള്ളൂ. ഫോർട്ട് കൊച്ചി എങ്ങോട്ടാന്നുള്ളത് മെയിനായിട്ട് അടിച്ചിട്ടില്ല. നമുക്ക് കിട്ടുന്നത് ഈ ഒരു സെൻറ്ററിലാണ്. ഇവിടെ നമുക്ക് ഫോർട്ട് കൊച്ചി ഈ ഒരു സെൻറ്ററിലാണ് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഇനി എവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്കിനി നോക്കണം. എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി ഒരു സൈഡാക്കിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടാണ് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം അടുത്തുള്ളത് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഇവിടെ വണ്ടി നമുക്ക് സൈഡാക്കാം. അപ്പം നമ്മൾ മുമ്പേ അടിച്ച വാസ്കോ ഡ ഗാമ സ്ക്വയർ നമ്മൾ നല്ല 20 കിലോമീറ്റർ ദൂരമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ അടുത്തന്നാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് തിരിക്കണം.
ഇവിടെ വന്നപ്പോൾ നല്ല മറ്റേ യൂക്കാലിയുടെ മണം, യൂക്കലിപ്റ്റസിൻ്റെ ഒരു മണമുണ്ട് ഇവിടെ കയറിപ്പോട്ടോ. സ്ട്രീറ്റ് കാണാനും നല്ല രസമുണ്ട്. നമുക്കിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒന്ന് കറങ്ങാനാ, ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാം കാണാൻ. അതിപ്പോൾ തുറക്കാം. ഞാൻ 10 മണിക്കാണ് തുറക്കുന്നില്ല, 9:00 ഉള്ളൂ. ചർച്ച കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡേവിഡ് ഹോൾ കിട്ടും. അവിടെ ഇത്തിരി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതായത് ബീച്ച് ഒരു 500 മീറ്ററിൻ്റെ അകത്ത് ഈ റൊട്ടേറ്റ് ചെയ്ത് ഇത് ഗ്രൗണ്ട് എവിടെ? ഇതിൻ്റെ ബാക്കിൽ ഗ്രൗണ്ട് മറ്റേ പള്ളിയാണ്. മാർക്കോടാമ ചർച്ച്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം മതി. ഓക്കെ, ഇത്തിരി കിട്ടും. എന്നിട്ട് ഇങ്ങോട്ട് വന്നു വെച്ചാൽ എന്നിട്ട് ഇറങ്ങി അവിടെ വന്ന് അപ്പുറത്ത് വന്നിട്ട് ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പുറത്ത് ബസ്സിലേക്ക് എന്നിട്ട് തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ ബസ്സിലേക്ക് ഇത് നമ്മുടെ റൈറ്റിലേക്ക് ചെയ്യാം. ഓക്കെ, ചേട്ടൻ നമുക്ക് വഴി കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടാണ്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഗ്രൗണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ വന്നത് ഈ വഴിയാണ്. ഇവിടാണ് പള്ളി. ഗ്രൗണ്ട് അവിടെ ആണോ അതോ ഇവിടെ ആണോ എന്നറിയില്ല. നമുക്ക് തിരിച്ചിട്ട് അവിടെ കൊണ്ടിടാം, അപ്പുറത്ത് കൊണ്ടിടാം. അപ്പുറത്താണ് ഗ്രൗണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രൗണ്ടിൻ്റെ അവിടെ നമ്മളവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. അതിൻ്റെ ഇവിടെ തന്നെ ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരത്തിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പം കറക്റ്റ് ഈ ലൊക്കേഷനിലെ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടാണ്. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാൻ പറ്റുന്ന കാൽനട ദൂരത്തിൻ്റെ ഒരു റൗണ്ട് സ്ക്വയർ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലെങ്കിൽ നമുക്ക് നടക്കാം. ഇവിടെ അടുത്ത് തന്നെയുള്ള ആർട്സ് കഫേ ഉണ്ട്, അതേപോലെ തന്നെ സ്പിവാൾ ഹൗസ് ഉണ്ട്, പെപ്പർ ഹൗസ്, ഡച്ച് വെയർ ഹൗസ്, പിന്നെ അതേപോലെ തന്നെ അവിടെ ഇന്ത്യൻ നാവൽ മറീടൈം മ്യൂസിയം എന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ നാവൽ മറീടൈം മ്യൂസിയം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഈ CSI ഒരു പഴയ മോഡലൊരു പള്ളിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ റോഡ് സൈഡിൽ തന്നെ കാണാം പുരാവസ്തു വകുപ്പിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല. ഹോളി കമ്മീഷൻ ഒരു ടൈമിൻ്റെയും മലയാളത്തിലുള്ള ഹോളി കമ്മീഷൻ്റെയും അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ഹോളി കമ്മീഷൻ്റെ ടൈമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സ്മാരകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മലയാളത്തിലും ഹിന്ദിയിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി എറണാകുളം ജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ രീതിയിലൊരു എഴുത്തിൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ നിവാസ കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പാശ്ചാത്യ ദേവാലയമായ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവർഷം 1500-ൽ പോർച്ചുഗീസ് കച്ചവട സംഘത്തിൻ്റെ കൂടെ വന്ന ഫ്രാൻസിസ്ക പാതിരിമാർ നിർമ്മിച്ചതാണ് ഇതെന്ന് ന്യായമായി അനുമാനിക്കുക. ആരംഭത്തിൽ മുഴുവൻ മരം കൊണ്ട് പണിച്ചതായിരുന്നെങ്കിലും 1516-ൽ കല്ലുകൊണ്ട് പണിതിട്ട് മേൽക്കൂര ഓടിട്ട് പരിശുദ്ധ അന്തോണിയുടെ പേരിൽ ദേവാർപ്പണം ചെയ്തു. 1663 വരെ ഇത് വിശുദ്ധ ഫ്രാൻസിസ് സഭയുടെ കീഴിൽ വർത്തിച്ചു. 1663 ശേഷം കൊച്ചി ഡച്ചുകാരുടെ അധീനത്തിൽ നിന്നാവുകയും പള്ളി പുതുക്കി പണിത് പ്രോട്ടസ്റ്റന്റ് ദേവാലയമാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം 1779-ൽ വീണ്ടും പള്ളി പുതുക്കി പണിത്. പിന്നെ അതേപോലെ തന്നെ 1795 കൊച്ചിയിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായെങ്കിലും 1804 വരെ പള്ളി ഡച്ചുകാരുടെ കൈവശമായിരുന്നു. 19-ാം ശതകത്തിൻ്റെ അന്ത്യപാദത്തിൽ പള്ളി വീണ്ടും രക്ഷക പുണ്യാളുടെ സമയത്തിലായിരുന്നു എന്ന് അനുമാനിക്കുക. ഇന്നത് ദക്ഷിണേന്ത്യൻ സഭയുടെ കീഴിലാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ അതേ സെയിം ഡിസൈൻ വെച്ചിട്ട് തന്നെ പള്ളി ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ മേൽക്കൂരെല്ലാം എൻ്റെ കോൺക്രീറ്റും അതേപോലെ ഫുള്ള് ഡിസൈനായിട്ടൊന്നുമില്ല, ഫുള്ള് ഓടിട്ട് വെച്ചേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പഴയ കാലത്തെ പള്ളിയുടെ ഒരു ഡിസൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ റെനോവേറ്റം അനോൺ 1979 എന്നുണ്ട് ഒരു ചെറിയൊരു കല്ലുകൊണ്ട് കൊത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് കയറണമെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം നമുക്കിതിനകത്ത് കയറാൻ. പള്ളിയിൽ കുർബാനയൊക്കെ നടക്കുന്ന ടൈമാണ്, അതുകൊണ്ട് ഇപ്പോൾ കയറാൻ പറ്റുമോ എന്ന് അറിയില്ല. അതാണ് പള്ളിയുടെ അകത്ത് കുർബാനയൊക്കെ നടക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. ഓരോരുത്തർ കയറുന്നുണ്ട്, ഫുട്വെയർ റിമൂവ് ചെയ്യുക, അകത്ത് കയറുക, കുറേ പേരൊക്കെ പ്രാർത്ഥിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് പള്ളിക്കകത്തൊക്കെ ഇതിലേക്കൂടെ അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഗൈഡ് അവിടെ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റോറികളും അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആണ് പള്ളിയുടെ ഉൾവശം, പള്ളിയുടെ മുകൾവശം കണ്ടില്ലേ ഷീറ്റൊക്കെ ഇട്ടൊക്കെയാണ്. അപ്പോൾ ഒന്നുകൂടെ പുതുക്കി പണിയിട്ട് ഷീറ്റൊക്കെ ഇട്ടാണ് അതിൻ്റെ മുകളിൽ ഓട് കണ്ടിട്ടാണ് പണി വെച്ചിരിക്കുന്നത്. പഴയ കാലത്തെ വിളക്കുകളും എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആ പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ വാസ്കോഡ ഗാമ സ്ക്വയറിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ നടക്കുന്ന സൈഡിൽ വഴിയോര കച്ചവടം കുറേ ഉണ്ട്. തുണികളും അതേപോലെ ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളും ബാഗുകളും മാലകളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. സൈഡിലൊക്കെ ഓരോരുത്തർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഫോർട്ട് കൊച്ചിയുടെ കാഴ്ചകളെല്ലാം. ഫുള്ള് മാലകളും കൊലുസുകളും എല്ലാം ഇവിടെ നോക്കുന്നുണ്ട്. മോതിരങ്ങളും ഇടാനായിട്ടുള്ള ബീച്ചിൽ പോകാനായിട്ട് ഇതുപോലെ തന്നെ നൈറ്റിലിടാനായിട്ടുള്ള ഡ്രസ്സുകളും എല്ലാം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, കുറേ ആർട്ട്, ഗ്രഫിറ്റി ആർട്ട്, അതേപോലെ തന്നെ മറ്റേ ഈ കാളയുടെ ഇതൊക്കെ കണ്ടിട്ടില്ലേ ആ സാധനം, അതെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ കണ്ട ബാസ്റ്റൺ ബംഗ്ലാവ്. നമ്മൾ വാസ്കോഡ ഗാമ സ്ക്വയറിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ഇവിടെ ബാസ്റ്റൺ ബംഗ്ലാവ്. ഇവിടെ ഹോളിഡേ നോട്ടീസിൻ്റെ അറിയിപ്പുണ്ട്. തിങ്കളാഴ്ച അവധി, അതേപോലെ തന്നെ ദേശീയ ദിനങ്ങളും എല്ലാം അവധിയാണെന്നുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ ടിക്കറ്റിന് എത്രയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം. ടിക്കറ്റ് കൗണ്ടർ 9 മണി തൊട്ടാണ് ഉള്ളത്. സമയം ഇപ്പോൾ 10 മണിയായി. നമുക്കപ്പോൾ കയറിയിട്ട് ടിക്കറ്റ് നമുക്ക് നോക്കാം. ടിക്കറ്റിന് എത്ര ആകുമെന്നും അറിയില്ല. 20 രൂപ 30 രൂപ എങ്ങാണ്ടാണ് ടിക്കറ്റിന്. 35 രൂപ അഡൾട്ടിൻ്റെയാണ് ടിക്കറ്റ് ചാർജ് പറയുന്നത്. നമ്മൾ ബോസ്റ്റൺ ബംഗ്ലാവിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. പഴയ കാലത്തെ ചരിത്രങ്ങളും എല്ലാം പറയുന്ന ബോസ്റ്റൺ ബംഗ്ലാവ്. 35 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടില്ലേ 35. അതേപോലെ തന്നെ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നതിന് 10 ആണ് ഇവിടെ പറയുന്നത്. അങ്ങനെ 45 ഇതിൻ്റെ റേറ്റ് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ പഴയൊരു ഭരണി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പഴയൊരു ഭരണി ഉണ്ടാകും. പഴയൊരു ഭരണി ഒരു 4 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടൽ വ്യാപാരം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് നടത്തിയിരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ അതേപോലെ തന്നെ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പഴയ അവരുടെ വഴികൾ കാണിക്കുന്ന പഴയ മാപ്പുകൾ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പേരുകേട്ട ജർമ്മൻ പുരാവസ്തു മാനവിക ഉപാധിയും പണ്ഡിതനുമായ നരേന്ദ്രമായ കോണ്ടറാടിനെ കൊണ്ടുള്ള എന്താ ഉള്ളത് റോമൻ ഭരണ പുരാതന നഗരങ്ങൾ കടലുകൾ എല്ലാം ഇവിടെ ഫുള്ള് മാപ്പ് പോലെ പുള്ളിക്കാരൻ ഭൂമിയുടെ ഫുള്ള് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വലിയൊരു മാപ്പാണ് കണ്ടോ. ഫുള്ള് ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്നൊരു മാപ്പാണ്. ഏത് ലിപിയിലാണ് എഴുതി വെച്ചേക്കുന്നത് എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ടാബിലെ എന്നെ സൂചിപ്പിക്കുന്ന ചട്ടത്തിലെ നടക്കുന്ന കുറേ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ ഡോക്യുമെൻ്ററി ഹെറിറ്റേജിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു മാപ്പാണ് നമ്മൾ ഈ കാണുന്ന വലിയ മാപ്പ്. ഇതിനകത്ത് ഇന്ത്യയും ഒക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഫുള്ള് കുത്തിയിരിക്കണം. ഓരോരോ പള്ളികളൊക്കെ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. കേട്ടോ ഓരോ പള്ളികൾ ഓരോ ഭാഷയിലെല്ലാം ഓരോ പള്ളികളും സ്ഥലങ്ങളും എല്ലാം മാപ്പിൽ ഫുള്ള് ഇവിടെ ഓരോ കടലുകളെല്ലാം അതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി പിന്നെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അടുത്ത ആർട്ടിൻ്റെ അതായത് ആധുനിക കാലം കൊച്ചിയുടെ കാലസൂചിക ചുരുക്കം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒരു മാപ്പ് ഒരു ചിത്ര ഒരു ആർട്ട് പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. മധ്യകാല രാഷ്ട്രീയ ഘടന എങ്ങനെയായിരുന്നു, അതായത് ചേരപെരുമാൾമാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫോട്ടോ സഹിതം അതായത് ഒരു ആർട്ട് വരച്ച് വെച്ച സഹിതം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഡച്ചുകാരുടെയും അതുപോലെ കപ്പലിൻ്റെ മാതൃക എങ്ങനെയാണുള്ളതിൻ്റെ കപ്പലിൻ്റെ അവർ വന്ന വഴികൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു മാപ്പ് വേൾഡ് മാപ്പ് പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അവർ ആഫ്രിക്കയിലെ ഈ ഭാഗത്തു നിന്ന് അവർ നേരെ വന്ന് സൗദി അറേബ്യയുടെ ഈജിപ്തിൻ്റെ യൂറോപ്പിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ അവർ വന്ന് അവിടെ നിന്ന് ദുബായ് ആ സൈഡാണെന്ന് തോന്നുന്നു. ആ സൈഡ് ദുബായ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ദുബായ് സൈഡൊക്കെയാണെന്ന് തോന്നുന്നു. അവിടുന്ന് നേരെ നമ്മുടെ ഇന്ത്യയുടെ ഗുജറാത്തിൻ്റെ ആ സൈഡ് വന്ന് അവിടുന്ന് നേരെ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ കൊച്ചി ആ സൈഡാണ്. ഈ കപ്പലിരിക്കുന്നതാണ് ഇത് കാണിച്ചിരിക്കുന്നത് കൊച്ചിയുടെ സൈഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ ഇന്ത്യയുടെ മറുവശത്തേക്ക് പോകുന്നു.
അവിടെ നിന്ന് അവർ പിന്നെ അടുത്ത സ്ഥലത്ത് പോയി അവിടെ നിന്ന് പിന്നെ ഫിലിപ്പീൻസിൻ്റെയൊക്കെ ആ ഏരിയയാണ് ഇതൊന്ന് ഈ കാണുന്നത്. അവിടെ ഫിലിപ്പീൻസിൻ്റെ ഏരിയയിൽ നിന്ന് നേരെ ചൈനയുടെ ഒരു ഭാഗത്തേക്ക് അവർ കപ്പലുകൾ കൊണ്ട് യാത്ര നടത്തിയതും അതേപോലെ തന്നെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ കാർട്ടോഗ്രഫി പോർച്ചുഗീസ് ലവേഴ്സ് പോർച്ചുഗീസുകാരുടെ കാർട്ടോഗ്രഫിയുടെ ഒരു വിജ്ഞാന സംരക്ഷണം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പലതരം ചരിത്രപരമായ കാര്യങ്ങളും നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു കൊച്ചി റെസിഡൻസി എന്നുള്ള പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നതുകൊണ്ട് ഇവിടെ ഒരു മാസ്റ്റർ പ്ലാനൊന്നും കണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതായിരുന്നു പണ്ട് ഈ ബിൽഡിങ് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇന്തോനേഷ്യയിലെ ബക്ടീരിയ സ്ഥാപിച്ച ഡസ്റ്റ് ഈസ്റ്റ് കമ്പനി കൊച്ചി രാജാവിന് വന്ന കത്തുകളുടെ ഒരു പകർപ്പ് ഇവിടെ ഇംഗ്ലീഷ് കണ്ടല്ലോ, ഗവർണർ ജനറൽ എന്നുകൊണ്ട് കത്തുകളുടെ ഒരു പകർപ്പ് പുള്ളിയുടെ ലിപിയിലും അതേപോലെ തന്നെ അച്ചടിച്ചൊരു പകർപ്പും എല്ലാം ഇവിടെ സീൽ ഉൾപ്പെടെ കണ്ട അത് സീലാണ് അടിച്ചു വെച്ചേക്കുന്നത്. ആ സീൽ ഉൾപ്പെടെ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജാവിന് വന്ന മറ്റ് കത്തുകളുടെ കുറേ കത്തുകൾ വന്നിട്ടുണ്ട്. ഈ കത്തുകളുടെ എല്ലാം ഡീറ്റെയിൽസ് അതേപോലെ തന്നെ പഴയ കാലത്തെ എങ്ങനെയായിരുന്നു അവർ പടയോട്ടം നടത്തിയിരുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഡച്ചുകാരുടെ അധീനത എങ്ങനെയായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ്, അതുതന്നെ ഇൻഷോട്ടിൻ്റെ യാത്രാദിന കുറിപ്പുകളിലൊക്കെ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൃതിയായിട്ടുണ്ടാകുന്നുണ്ട്. ഇത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാപ്പ് മോഡലാണ്. അത് വളരെ കണ്ടില്ലേ, നമ്മളിങ്ങോട്ട് വന്ന മാപ്പുകൾ അങ്ങനത്തെ ഡീറ്റെയിൽസുകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് കുറേ ചിത്രങ്ങളും ഇതെല്ലാം കണ്ടില്ല, അത് യുദ്ധം നടത്തിയതിൻ്റെ സ്റ്റോറികളൊക്കെ പറയുന്ന കുറേ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഭൂപടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റൂമാണ്. വലിയൊരു ഭൂപടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വലിയൊരു ഭൂപടം. എന്തിൻ്റെ ഭൂപടമാണ് ഇവിടെ ഡീറ്റെയിൽസ് ഈ സൈഡിലുണ്ടാവും. കണ്ടില്ലേ, പർട്ടിക്കുലർ കാട്ട് മലബാറിൻ്റെ ഒരു ഫ്രഞ്ചുകാരുണ്ടാക്കിയ ഒരു ഭൂപടമാണ് ഈ കാണുന്നത്. കണ്ടോ, അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരു ഭൂപടം മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ, തെക്ക് കിഴക്കൻ, അതായത് ദ്വീപുകൾ നിറഞ്ഞ കടൽ ഉൾപ്പെടുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭൂപടമാണ് ഇത് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ അടുത്ത ഭൂപടം. ഇവിടെ ഫുള്ള് ഭൂപടങ്ങളുടെ ഏരിയയും അതേപോലെ തന്നെ പഴയ കാലങ്ങളുടെ ബ്രിട്ടീഷുകാരുടെ ഫോട്ടോസുണ്ട്. ബോസ്റ്റൺ ബംഗ്ലാവ് ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു, ബോസ്റ്റൺ ബംഗ്ലാവിൻ്റെ ഉൾവശം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം എങ്ങനെയായിരുന്നു, അല്ലേ, എങ്ങനെയായിരുന്നു രാജാവും രാജ്ഞിയൊക്കെ ഇരിക്കുന്ന സാഹിത്യന്മാരൊക്കെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് ഉണ്ട്. പണ്ട് കാലത്ത് ഇല്ല ഓവർ വിന്നിങ് കൊച്ചിയിലെ യുദ്ധത്തിൻ്റെ പഴയ കാഴ്ചകൾ ഉൾപ്പെടുന്ന കുറേ കലകൾ, ആർട്ട് വർക്കുകൾ എല്ലാം ഉണ്ട്. അതില്ലേ, കൊച്ചിയിലെ വിളക്കുമാടം ദീപസ്തംഭം, പണ്ടത്തെ ദീപസ്തംഭം എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ്, പഴയ കൊച്ചിയുടെ 4 വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ചീനവലയൊക്കെ വെച്ചിട്ടുള്ള കൊച്ചി, പഴയ കൊച്ചി എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബോസ്റ്റൺ ബംഗ്ലാവ് 1992 എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ പള്ളി നമ്മളിപ്പോൾ കണ്ടില്ലേ, കുറച്ച് മുമ്പ് കണ്ടില്ലേ, ആ പള്ളിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങേറ്റത്തുള്ളത് വേറെ പള്ളിയാണെന്ന് തോന്നുന്നു. ആ പള്ളിയുടെ പേര് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, ഫോർട്ട് കൊച്ചി, ബോസ്റ്റൺ ബംഗ്ലാവ്. നമ്മൾ ആ കണ്ട പള്ളിയുടെ മെയിനായിട്ടുള്ള സൈഡാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ കണ്ട പള്ളി. ഇതൊക്കെയാണ് ഈ റൂമിൽ. ഇനി അടുത്ത റൂമിലോട്ട് നമ്മളിങ്ങനെ നേരെ നടന്നു പോയിട്ട് ഇവിടെയും കുറേ ഫോട്ടോസ്, ആർട്ട് വർക്കുകൾ, പണ്ട് കാലത്ത് രാജാക്കന്മാർ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ബ്രാഹ്മണനും ഭാര്യയും എന്നൊക്കെ പണ്ട് മുകളിലത്തെ 2 ഫോട്ടോ ബ്രാഹ്മണനും ഭാര്യയും, താഴെ മോപ്പജാതിക്കാരായ 2 മുസ്ലിങ്ങളെയാണ് കാണിക്കുന്നതെന്നൊക്കെ കണ്ട് ഇങ്ങനെ ഇവിടെ കുറേ ആർട്ട് വർക്കുകൾ എല്ലാം കാണിച്ചിട്ടുണ്ട്. പട്ടന്മാർ, മലയവാടുകൾ, ഈ ഉളുവന്മാർ, കൊങ്കിണികൾ, അതേപോലെ തന്നെ സദേൺ പുള്ളേഴ്സ്, അങ്ങനെ എല്ലാവരുടെയും ചിത്രങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡച്ചുകാരുടെ അടുക്കള എങ്ങനെ ഉണ്ടായിരുന്നു? കയറിയപ്പോൾ തന്നെ ഡച്ചുകാർക്ക് പൊക്കം കുറവാന്ന് തോന്നിട്ടാ, കയറിയപ്പോൾ തന്നെ തല തട്ടി. നല്ല ഐശ്വര്യം, ഡച്ചുകാർക്ക് പൊക്കം കുറവാന്ന് തോന്നിട്ട് അത് കയറിയപ്പോൾ തന്നെ തല തട്ടി. ഇങ്ങനെയായിരുന്നു ഡച്ചുകാരുടെ പഴയ അടുക്കള, അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ
എല്ലാം ഉണ്ട്. പ്രധാന കെട്ടിടത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ശക്തമായ കാറ്റേക്കാത്ത സ്ഥലത്തായിട്ടാണ് ഭാഷൻ ബംഗ്ലാവിലെ അടുക്കള സ്ഥിതി ചെയ്യുന്നത്. ശരിയായിട്ട് ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. ഇവിടെ തീ വെച്ചിട്ട് പുക മുകളിലോട്ട് വന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, സ്പൂണുകൾ എല്ലാം ഇവിടെ ഉണ്ട്. ചായ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ചെമ്പ്, ചോറ് വെക്കാനായിട്ടുള്ളത്, ഇടിക്കാനും ചതയ്ക്കാനായിട്ടുള്ള അരകല്ല് വരെ ഇവിടെ ഉണ്ട്. ഡച്ചുകാർക്ക് പൊക്കം കുറവാന്ന് തോന്നിട്ടാ. ഇത് നോക്ക്, 5 അടി ഉള്ളതൊന്നും ഡച്ചുകാർ ഭയങ്കര പൊക്കം കുറവ്. ഞാൻ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ എൻ്റെ തലയിടിക്കുന്നു. ഞാൻ ഇങ്ങനെ നടക്കുന്നത് തലയിടിക്കുന്നത്, ഞാനിങ്ങനെ കുനിഞ്ഞ് നിൽക്കുക, കയറാൻ പറ്റില്ല. അതേപോലെ ഉണ്ട്. പൊക്കം കുറവാണെന്ന് തോന്നുന്നു ഡച്ചുകാർക്കിട്ട. ഇനി നടന്ന് നമ്മൾ അവരുടെ ഇനി എന്താ പുറത്തോട്ട് ഇറങ്ങാനുള്ള പുറത്തെ കാഴ്ചകൾ കാണാൻ. ഡച്ചുകാർക്ക് ഫുള്ള് പൊക്കം കുറവാന്ന് തോന്നിട്ടാ. ഞാൻ കുനിഞ്ഞ് വേണം ഈ വഴിയെല്ലാം പോകാൻ. ഡച്ചുകാർക്ക് പൊക്കം കുറഞ്ഞാണോ എനിക്ക് പൊക്കം കൂടിയാണെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ നടക്കാം. ഇവിടെ ഒരു പീരങ്കി ഇരിക്കും, പഴയ കാലത്തെ ഒരു പീരങ്കി. അതേപോലെ തന്നെ ഇത് കടലിൻ്റെ സൈഡാണ്. ഇവിടെയാണ് കടലുണ്ട്. കടലിൻ്റെ തീരം നമുക്ക് വാസ്കോ ഡ ഗാമ സ്ക്വയർ നമുക്ക് അങ്ങോട്ട് പോകണ്ട. പണ്ട് കാലത്ത് ഒരു പീരങ്കി ഉണ്ട്. അവിടുന്ന് കപ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പീരങ്കിക്കകത്ത് ഉണ്ട നിറച്ചിട്ട് പട്ടേന്ന് വെടി വെക്കാം. അതിന് വേണ്ടിയായിട്ടുള്ള ഒരു പീരങ്കി ഇവിടെ ഉണ്ട്. കടലിൻ്റെ സൈഡ് അവിടെ ഫുള്ള് വേസ്റ്റ് വെള്ളമൊക്കെയാണ് അവിടെ സൈഡിൽ ഫുള്ള് കിടക്കുന്നത്. അതാ കടലിൻ്റെ സൈഡ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നിട്ട് നമുക്ക് വാസ്കോ ഡ ഗാമ സ്ക്വയർ ഒക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂവിൻ്റെ പരിപാടി എല്ലാം നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത സ്ഥലം നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ JCB ഇട്ടിട്ട് കടലിനകത്തൊക്കെ എന്തൊക്കെയോ പരിപാടി കാണിക്കുന്നുണ്ട്. ക്ലീനിങ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പാർട്ട് 1 അവസാനിപ്പിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വേണ്ടി കാത്തിരിക്കുക. സൈനിങ് ഓഫ് ഫ്രം മീറ്റ് ആൻഡ് എക്സ്പ്ലോർ ബൈ അച്ചു.